തൻവിയെ ഭീഷണിപ്പെടുത്തി മറ്റൊരു വീഡിയോ കൂടെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ നടി അഹാന കൃഷ്ണ. അതായത് അഹാന കൃഷ്ണ 1 hour നീണ്ടു നിന്ന ഒരു വീഡിയോ ഇട്ടതിന് പ്രകാരം അതിനൊരു റിപ്ലൈ വീഡിയോ തൻവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അഹാന കൃഷ്ണ അവരുടെ ഫാമിലിയെ ഭീഷണിപ്പെടുത്തിയാണോ വരുതിയിലാക്കിയതാണോ എന്താണെന്ന് അറിയില്ല ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാനഡയിൽ നിന്നും തിരിച്ചു വരാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞ് ഒരു പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ വീഡിയോയിലാണ് ആ വീടിൻ്റെ അവസ്ഥയും ആ അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ ഈ കുട്ടി യാദൃശികമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയും ഇന്ന് അവളുടെ ചാനൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അഹാന കൃഷ്ണയുടെ ചാനലിലെ ഒരൊറ്റ ഒരു വീഡിയോ മാത്രമേ ഡിലീറ്റ് ആയിട്ടുള്ളൂ. അത് പുള്ളിക്കാരത്തേക്ക് അറിയാം, പുള്ളിക്കാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ തെറ്റാണെന്നറിയാം. അത് ഒരുപാട് ലീഗലി കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് അഹാന കൃഷ്ണയ്ക്ക് വ്യക്തമായിട്ട് ആരോ മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് തനിക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ട് തൻ്റെ സ്വന്തം ചാനലിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്തു. അത് സ്വാഭാവികം, നമുക്കൊന്നും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അഹാന കൃഷ്ണ എന്നൊരു പേര് പോലും പ്രതിപാദിക്കാത്ത മറ്റൊരു വീഡിയോ കൂടെ ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹാന കൃഷ്ണ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് സൊസൈറ്റിക്ക് മുന്നിൽ നല്ല ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത്ര വർഷം എനിക്ക് തോന്നുന്നു 2020, 2019 ആ ഒരു സമയങ്ങളിലാണ് അഹാന കൃഷ്ണ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ വന്നത്. ആ സമയത്ത് തന്നെ അഹാന ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ ലവ് ലെറ്റർ എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്ത ആളാണ് സ്വന്തം അമ്മൂമ്മയും സ്വന്തം കസിൻ സിസ്റ്റർ പോട്ടെ, പുള്ളിക്കാരത്തി കസിൻ സിസ്റ്ററായിട്ടൊന്നും കാണുന്നേ ഇല്ലാന്ന് പുള്ളിക്കാരത്തിയുടെ ആ ഒരു പോസ്റ്റിൽ നിന്ന് മനസ്സിലായി. ആ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തൻവിയോട് സംസാരിച്ചിട്ടുണ്ട്, കുടുംബകാര്യങ്ങൾ ഇങ്ങനെ നാട്ടിൽ പാട്ടാക്കരുത്. ആക്ച്വലി കുടുംബകാര്യം നാട്ടിൽ പാട്ടാക്കിയത് അഹാന കൃഷ്ണയാണ്. തൻവി പറഞ്ഞത് തൻ്റെ സ്വന്തം കാര്യമാണ്. അവരുടെ വീഡിയോയിലൊന്നും അഹാന എന്നോ അമ്മു എന്നോ അല്ലെങ്കിൽ സിന്ധു എന്ന പേരോ അല്ലെങ്കിൽ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരോ ഒന്നും ആരുടെ പേരും വലിച്ചഴിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. ആ പെൺകുട്ടി കാനഡയിൽ നിന്നും വരാനുണ്ടായ കാരണം വന്നു കയറിയപ്പോൾ അവൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥയുമായിരുന്നു അവൾ ആ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നത്. അത് കേട്ടിട്ട് ഒരു തരത്തിലും ഇരിക്കാൻ പറ്റാതെ, അതങ്ങനെയാണല്ലോ, ഉള്ളത് പറഞ്ഞാൽ കള്ളനും തുള്ളൽ എന്നൊരു പഴഞ്ചൊല്ല് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ തുള്ളി വന്നാണ് ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്കൊരു റിപ്ലൈ തൻവി കൊടുക്കും എന്ന് അഹാന ജന്മത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഇതുപോലുള്ള സ്ക്രീൻഷോട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകളോ തൻവിയുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് അഹാന കൃഷ്ണ വിചാരിച്ചതേയില്ല. കാരണം അഹാന കൃഷ്ണ ഇത്രനാളും കണ്ടുവന്നത് എന്താണെന്നറിയാമോ? അഹാന കൃഷ്ണയുടെ ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ അമ്മുവാണ് വലുത്, അമ്മുവിന് ഭയങ്കര ബുദ്ധിസാമർഥ്യമാണ്, അമ്മുവിൻ്റെ ആ ഒരു കഴിവും ബുദ്ധിസാമർഥ്യവും ആർക്കും ഇല്ല എന്ന് കേട്ട് ചുറ്റും നിൽക്കുന്ന എല്ലാവരും മണ്ടന്മാരാണ് എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തൻവിക്ക് ഇതുപോലെ ഈ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെക്കാനോ ഇതുപോലുള്ള നല്ല വലിയ തെളിവുകൾ എടുത്ത് വെക്കാനോ കഴിവുണ്ടാവില്ല എന്നങ്ങ് വിചാരിച്ചു. ആ വിചാരത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് അഹാന കൃഷ്ണ ആ ഒരു റിവീൽ ചെയ്തിട്ട് അമ്മൂമ്മയെ വളരെ രൂക്ഷമായിട്ട് രോഷത്തോടു കൂടി അമ്മൂമ്മയ്ക്കെതിരെ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻവി അതിനൊരു റിപ്ലൈ ആയിട്ട് വന്നു. തൻവി അതിന് റിപ്ലൈ ആയിട്ട് വരണ്ടേ? കാരണം തൻവി എന്ന് ഉപേക്ഷിച്ചു പോയ അമ്മയെ വളരെയധികം പാടി പുകഴ്ത്തുമ്പോൾ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? തൻവി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്ലൈ വീഡിയോ ചെയ്തത്? അത് അമ്മൂമ്മയ്ക്കെതിരെ പറഞ്ഞത് ശരിയാണ്. അവൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തൻവിയെ വളർത്തി വലുതാക്കിയത് ഈ അമ്മൂമ്മ അപ്പൂപ്പന് അവരോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയെ വളരെ അധികം സപ്പോർട്ട് ചെയ്ത്, അതും ഈ അമ്മ ചെറിയ പ്രായത്തിൽ തൻവിയെ ഒഴിവാക്കിയിട്ട് അമ്മുവിന് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുത്തിരുന്നത് കണ്ട് ആ ഒരു ട്രോമയൊക്കെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിത്വം, തൻ്റെ ചെറുപ്പകാലത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിത്വത്തെ ചേർത്ത് നിർത്തി ഭയങ്കര ഹൈപ്പ് കൊടുത്ത് അഹാന സംസാരിച്ചപ്പോൾ അഹാന പറഞ്ഞതെല്ലാം ഡിപ്ലോമാറ്റിക്കലി പറഞ്ഞ കാര്യങ്ങൾ കള്ളങ്ങളാണ്. അത് കേട്ടപ്പോൾ തൻവിക്ക് അത് റിപ്ലൈ കൊടുക്കണം തോന്നി. അത് അവളുടെ റൈറ്റാണ്, അത് അവളുടെ ബേസിക് റൈറ്റാണ്, അവളുടെ അവകാശമാണ്. വന്നിരുന്ന കള്ളങ്ങൾ പറയുമ്പോൾ അതല്ല, അതിൻ്റെ ശരി എന്താണെന്ന് സൊസൈറ്റിയെ ബോധിപ്പിക്കുക എന്നുള്ളത് അവളുടെ ഒരു അടിസ്ഥാന അവകാശമാണ്. അവളത് ചെയ്തു. പക്ഷേ അവൾ പറഞ്ഞ സത്യത്തെ മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ട് അഹാനയാണെങ്കിലും ആ ഫാമിലി ആണെങ്കിലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ വളരെ പരിതാപകരമാണ്. നിങ്ങൾ ആദ്യം ചെയ്തത് വേണമെങ്കിൽ ഒരു 50% നമുക്ക് ശരി പറയാം. അതായത് അഹാന ഇട്ട വീഡിയോയ്ക്കെതിരെ തൻവി ഒരു വീഡിയോ ചെയ്തപ്പോൾ അമ്മൂമ്മയെ തെറി വിളിക്കുന്നതും അമ്മൂമ്മയായിട്ടുള്ള കോൺവെർസേഷനും എല്ലാം തൻവി കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരി, എല്ലാവർക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതാണ്, നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. അപ്പം ആ ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അഹാന അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചോട്ടെ. പക്ഷേ തൊട്ടടുത്ത നിമിഷം
ആ പെൺകുട്ടി കാനഡയിൽ നിന്നും തിരിച്ചു വരാനുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് റിവീൽ ചെയ്യുന്ന വീഡിയോ കൂടി ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകളുണ്ട്. ആ വീട് അത്ര അഴുക്ക് പിടിച്ച് കിടന്നതും 8 മാസം എൻ്റെ അമ്മൂമ്മയെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതുമായിട്ടുള്ള ആ വീഡിയോയിൽ നിങ്ങൾക്കെതിരെ യാതൊരു ആരോപണങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകും അല്ലേ, അതായത് ഈ അമ്മൂമ്മയ്ക്ക് 2 പെൺമക്കളാണെന്നും അതിലൊരു മൂത്ത മകൾ അഹാന കൃഷ്ണയുടെ അമ്മയാണെന്നും വളരെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇവർ താമസിക്കുന്നുണ്ടെന്നും, അതായത് കാൽനടയായിട്ടാണെങ്കിലും പോയി കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, എന്നിട്ടും പ്രായമായ വിധവയായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഏറെയുള്ള ഒറ്റയ്ക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത ഈ അമ്മയെ നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ളൊരു സത്യം ആ ഒരൊറ്റ വീഡിയോയിലൂടെ നാട്ടുകാർ മനസ്സിലാക്കും, നിയമം അത് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് അഹാനകൃഷ്ണയ്ക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു കാര്യം അഹാനകൃഷ്ണയ്ക്ക് മനസ്സിലായി, അതായത് ആ ഷോപ്പിലെ തെഫ്റ്റുമായി ബന്ധപ്പെട്ട് കുറെ 3-4 പെൺകുട്ടികളെ ഇരുത്തി ചോദ്യം ചെയ്തതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. അതുപോലെ അഹാന ഫാൻസ് വന്നിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ പറയുമായിരുന്നു, പ്രിയങ്കരിയായിട്ടൊരു മോളാണ്, പ്രിയങ്കരിയാണ്, ഞങ്ങൾക്ക് പ്രിയങ്കരിയായിട്ടുള്ള മോളെ വേണമെന്ന്. പ്രിയങ്കരിയായിട്ടുള്ള മോളെ എടുത്തോ, അവരുടെ വീട്ടുകാർ തരുവാണെങ്കിൽ നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് എന്തോ പ്രശ്നം. പക്ഷേ പ്രിയങ്കരിയായിട്ടുള്ള മോൾ ഇടയ്ക്കിടയ്ക്ക് ഒറിജിനൽ സ്വഭാവം കാണിക്കുന്നതായിട്ടും തനിക്ക് നേരെ തൻ്റെ ഭാഗത്തുള്ള കുറ്റങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവടക്കം നമ്മുടെ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ കുഴിച്ചു മൂടി അതിൻ്റെ മുകളിൽ നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പ്രിയങ്കരിയായിട്ടുള്ള മകളാണ് എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഡിഗ്രേഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, നേരെ മറിച്ച് ആരോരുമില്ലാത്തൊരു പെൺകുട്ടിയാണ് തൻവി. കുറച്ചെങ്കിലും മനസാക്ഷിയുള്ളവർക്ക്, അതായത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ 99% ആളുകളും തൻവിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. പക്ഷേ ഒരു 1% ആളുകൾ തൻവിയെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. നിങ്ങൾക്കാർക്കും ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലേ, അത് മനഃപൂർവ്വം നിങ്ങൾ ആ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ അടക്കി വെച്ചിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം പറയുന്നതാണോ? ആരോരുമില്ലാത്തൊരു പെൺകുട്ടി, അതായത് ട്രോമയിലൂടെ വളർന്നു വന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ഇന്നും അവളുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അവൾ ഒറ്റയ്ക്ക് കാനഡയിൽ സർവൈവ് ചെയ്യാണ്. ചിലരൊക്കെ പറയാം കാനഡയിൽ അവളൊരു കെയറായിട്ടാണ് അവിടെ ചെന്നത്. അതായത് അഹാന കൃഷ്ണ ജീവിക്കുന്നത് എങ്ങനെയാണ്, സഹോദരിമാർ ജീവിക്കുന്നത് എങ്ങനെയാണ്, സിന്ധു കൃഷ്ണ ജീവിക്കുന്നത് എങ്ങനെയാണ്, അവരാരെയും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ഈ കുട്ടിയുടെ അമ്മ ജീവിക്കുന്നത് എങ്ങനെയാണ്, ചെന്നൈ പോലൊരു സിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ മകൾ കാനഡയിൽ പോയി കെയറായിട്ട് ജീവിച്ചു, ഒറ്റയ്ക്ക് കെയറായിട്ട് പോവുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം അങ്ങനെ പോകേണ്ട ജീവിത സാഹചര്യം അവൾക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് അവിടെ പോയി സർവൈവ് ചെയ്ത് ആരെയും ഇന്ന് വരെ ഒരു വാക്കുകൊണ്ട് പോലും സോഷ്യൽ മീഡിയയിലൂടെ വന്ന് കുറ്റപ്പെടുത്താതെ, എല്ലാം സ്വന്തം കുറ്റം, ഞാനൊരു അലമ്പ് കുട്ടിയായിരുന്നു പല തവണ അവൾ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരോരുമില്ലാത്ത സത്യസന്ധയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ചേർത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ തെറ്റു ചെയ്തവരെ ചേർത്ത് നിർത്തിക്കോ, നമുക്കതിനെന്താണ് പ്രശ്നം? പക്ഷേ സത്യം എന്നായാലും മറന്നേക്ക് പുറത്തു വരും. മനസ്സിലായില്ലേ? തെറ്റ് ചെയ്യുന്നവർ ഒളിച്ചിരിക്കും, തെറ്റ് ഇല്ലാത്ത, അതായത് സത്യം ഭാഗത്തുള്ളവർ അവരുടെ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.